ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അക്ഷയ് സ്റ്റോറി ടെല്ലർ. ഇനിയിപ്പോൾ അടുത്തിടെ പേര് മാറ്റേണ്ടതായിട്ട് വരുന്നു തോന്നുന്നുണ്ട്. 2-3 എപ്പിസോഡായിട്ട് ഒരു ലവ് ഗുരുവിൻ്റെ റോളൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു ക്രഷിനോട് എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാവാം, അങ്ങനെ തുടങ്ങിയപ്പോഴേ എങ്ങനെ പ്രപ്പോസ് ചെയ്യാമെന്ന് വരെ എത്തിയിരിക്കുകയാണ്. യെസ്, നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രഷിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. എനിക്കറിയാം നിങ്ങളിത് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അധികം ബിൽഡപ്പോ കാര്യങ്ങളൊന്നും കൊടുത്ത് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഹൗ ടു പ്രപ്പോസ് യുവർ ക്രഷ്. യെസ്, ബൈ ദ വേ, ഈ ക്രഷ് പോകുന്നത് എപ്പോഴാണ്? ഈ ക്രഷ് ഉണ്ടായിട്ടുമാണല്ലോ ആദ്യം പ്രപ്പോസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് അലമ്പൻസിൻ്റെ മാമ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ചെയ്ത ഒരു റീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത്. കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ കേൾപ്പിക്കാം. ജസ്റ്റ് എ സെക്കൻഡ് കേട്ടോ. ആദ്യം ഞാൻ ഈ താഹേൻ്റെ ഒരു ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. നമുക്കൊരാളോട് ക്രഷ് ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്നറിയാം. അവർ ചെയ്യുന്ന ഓരോ കച്ചറ പരിപാടിയും നമുക്ക് ശീലമാവും. അതൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങും. അവരിൽ ഓരോ ഇംപെർഫെക്ഷൻസും ഉണ്ട്, നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ അവൾ വെജ് ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ കഴിയും എനിക്ക് വെജ് ബിരിയാണി ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ അവളുടെ ഇഷ്ടം എൻ്റെ കൂടെ ആണെന്ന് ആളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫീലിംഗ് ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇക്കണ്ട കാലം മൊത്തം കേട്ട പാട്ടിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ അവളെ കാണുമ്പോൾ? ഇപ്പോൾ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഹിൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു റീലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ജസ്റ്റ് എ മിനിറ്റ്, ഇതും കൂടി കേൾക്കാം. നമുക്ക് ഒരാളെ ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലാകുന്ന കാര്യം. നമ്മളെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളായിരിക്കും അത് എന്നുള്ളത്. നമ്മളൊരു ഫ്രണ്ടായിരിക്കും അത്. ചുമ്മാ ബ്ലാ സംസാരങ്ങളും ചുമ്മാ എന്താ പറയുക, നമ്മുടെ ഡെയിലി കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെയുള്ള ഒരാളായിരിക്കും അത് എന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവരൊക്കെ ഇല്ലാണ്ടാവുകയാണ്. അവരെ കാണാണ്ടാവുകയാണ്. ആ ഒരു മൊമെൻ്റ് ഉണ്ട്. ആ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടാവില്ല. നേരാവണം എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഹോപ്പ്ലെസ് ആയിരിക്കും നമ്മളെന്നുള്ളത്. അപ്പോൾ ആ ഒരു മൊമെൻ്റൊക്കെ എന്താ പറയുക, നമ്മളെ ആ ഒരു പഴയ ആ ഒരു മൊമെൻറ്റ്സ് എന്താ പറയുക, അവരുമായിട്ട് സംസാരിക്കുന്നതും അവരുമായിട്ടുള്ള കോളും അവരുമായിട്ടുള്ള എന്താ പറയുക മൊമെൻറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ മൈൻഡിലേക്കൂടെ ഇങ്ങനെ കറയും കളിക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആക്കും. നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് പോലും പറയാൻ പറ്റില്ല എന്നുള്ളത്. ആ ഒരു മൊമെൻ്റ് ഉണ്ട്. എന്താ പറയുക, അതിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഭയങ്കര എന്താ പറയുക ഡീപ്പർ കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല. ചുമ്മാ മണ്ടത്തിറങ്ങി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുക എന്നുള്ളത്. പക്ഷെ ആ ഒരു മൊമെൻറ്റ്സൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കറയും കളിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സെയിം എക്സൈറ്റ്മെൻറ്റിൽ വീണ്ടും അവർ വരികയാണ്. അവരുമായിട്ട് സംസാരങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണെന്നുള്ളത്. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് റിയലി അമേസിങ്. ആ ഒരു സെയിം എക്സൈറ്റ്മെൻറ്റിൽ, ആ പഴയ ഒരു സെയിം എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വീണ്ടും സംസാരിക്കുന്നു എന്നുള്ളത്. ആ ഒരു മൊമെൻറ്റ് ഇറ്റ്സ് റിയലി അമേസിങ്. കേട്ടില്ലേ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 2 ആഴ്ച മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്ത ഒരു റീലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ യെസ്, നമ്മൾ നമുക്കൊരാൾ ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കൊരാളുടെ അടുത്ത് ക്രഷ് തോന്നുന്നത് എപ്പോഴാണ്, ഇതൊക്കെയാണ് ഈ 2 റീൽസിൽ കാര്യങ്ങളിലായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കേൾപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ ജസ്റ്റ് ലുക്സ് കൊണ്ട് മാത്രം ക്രഷ് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അവരൊരു സിംഗർ ആണെന്നുണ്ടെങ്കിൽ അവരെ പാട്ട് കേട്ടിട്ട് ഒരു ക്രഷ് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ആയിട്ട് നിങ്ങൾക്ക് പലരോടുമായിട്ടും ക്രഷും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ചിലരുടെ അടുത്ത് നിങ്ങൾ നേരിട്ടോ അല്ലാണ്ടൊക്കെ സാധനം അവതരിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ചിലത് വോക്കൗട്ട് ആയിട്ടുണ്ടാവും, ചിലത് വോക്കൗട്ട് ആയിട്ടുണ്ടാവില്ല എന്നുള്ളത്. മറ്റേ ദ്രാവിഡ് പറയുന്ന പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നന്നായി പ്രപ്പോസ് ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളികൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ആവാം ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് ഭയങ്കര ബോറായിട്ടുണ്ടാവും എന്നറിയാം. ക്ഷമിക്കുക. ഇനി ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആളുകളൊക്കെ ഇഷ്ടം പറയാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു എപ്പിസോഡ് വീണ്ടും എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്തോ എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചളി ഏൽപ്പിക്കാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ മെയിൻ കോണ്ടന്റിലേക്ക് കിടക്കാം. ഹൗ ടു പ്രപ്പോസ് യുവർ ക്രഷ്. പ്രപ്പോസൽസൊക്കെ സത്യം പറഞ്ഞാൽ ഈ മൂവീസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നയാളെ പ്രപ്പോസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് അവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരോടത് തുറന്നു പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തുറന്നു പറയുന്ന കാര്യം എത്രത്തോളം ജെന്യുവൻ ആണോ, എത്രമാത്രം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അതുപോലെ ഇരിക്കും അവരുടെ ആ റെസ്പോൺസ് എന്നുള്ളത്.
ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സംഗതിയൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഞാനങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. ചിലരുണ്ട് കേട്ടോ, അത് മോശമാണെന്ന് പറയില്ല. പക്ഷേ നിങ്ങളുടെ ഒരാളെ കണ്ടോ, ഒരു പക്കാ സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാൾ, അവരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറയാണ്ട് നേരെ പ്രപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ നിങ്ങളുടെ കേസ് തന്നെ എടുത്ത് നോക്കുക. എന്താണ്, നിങ്ങൾ ഒരു കോളേജിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ ഇവിടെ എങ്ങാണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഒരാൾ കയറി വന്നിട്ട് പറയുകയാണ് ഇന്ന് അവരെ നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇവനെ ഏതൊരാളുടെ തോർസൊക്കെ ആയിരിക്കുമല്ലേ. അതേപോലെ ചില ആൾക്കാരുണ്ട്, എന്താണ്, നമ്മൾ കോളേജിലുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ക്രഷ് അറിയാണ്ട് ചുമ്മാ അവരെ ഇങ്ങനെ കാണാനായിട്ട് ക്യാൻറ്റീനിലും ലൈബ്രറിയിലും മൊത്തം ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഈ ക്രഷിന് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടാവില്ല, ഇവരെയൊക്കെ അറിയത്തോലും ഉണ്ടാവില്ല, ഇങ്ങനെ നോക്കുന്നുണ്ടെന്നോ കാര്യങ്ങളൊന്നും അറിയാനുണ്ടാവില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാർ ഇവരെ കാണാനായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുന്നതും അവരുമായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ സ്വപ്നം കാണുന്നതും അങ്ങനെ കുറേ കൈൻഡ് ഓഫ് മനുഷ്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ എന്താണ്, മറ്റേ ആളുമായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് അതിങ്ങനെ വലുതാക്കി വരുമായിരിക്കും. കുറച്ച് അൺസൈക്കബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ എത്തി നിൽക്കും, ഉറക്കം കിട്ടാണ്ടൊക്കെ ആകുമെന്ന് പറയുന്ന പോലത്തെ കൈൻഡ് ഓഫ് സംഭവങ്ങളിലൊക്കെ എത്തി നിൽക്കും. അങ്ങനെ നേരിട്ട് പറ്റി കൃഷ്ണനോട് സംസാരിക്കുന്നതായി. അപ്പോൾ ഇവരിതിനെ മൈൻഡാക്കാണ്ട് നിൽക്കുന്നു, അതായത് കൃഷി ഇവരെ മൈൻഡാക്കാണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അവരൊരു സ്റ്റോക്കർ എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുന്നതൊക്കെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതറിയുന്നില്ലല്ലോ, എനിക്കിങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വപ്നങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊന്നും ഇവരെ അറിയുന്നില്ലല്ലോ. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്ന് പറയുകയാണ് എനിക്കിതേ ഇങ്ങനെയാണ്, എനിക്ക് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവർ പിന്നെ മൈൻഡാക്കിയില്ല, ജാടയാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ പറയും. കുറ്റം മൊത്തം അവരുടെ മുകളിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളൊരു മണ്ടനാണോ? അവരറിയുന്നില്ലല്ലോ നീ പറഞ്ഞ കുറേ ഫീലിങ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉള്ളിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതാണെന്നുള്ളത്. അവർ വിചാരിക്കുന്നത് എന്താ, ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, സംസാരിച്ചിട്ടില്ല, എന്താണ് പെട്ടെന്ന് ഒരു ദിവസം വന്ന് പറയുകയാണ് അവരെ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താണ് ഇതിനെങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് മെല്ലെ മെല്ലെ അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് അതെല്ലാം നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അതെല്ലാം ഓക്കോട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം കയറി പ്രപ്പോസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയം കൊടുക്കുമെന്നുള്ളതാണ് പറയുന്നത് എന്നുള്ളത്. കാരണം ഇത് നേരെ കയറി സംഭവം രണ്ടുപേരും എസ് പറഞ്ഞു എന്ന് വിചാരിക്കാം. അവസാനം ഇത് ഇവിടെ വെച്ചോ വർക്കൗട്ട് ആവില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സമ്മതിക്കാനായിട്ട് പറ്റാണ്ടായി വരുമ്പോൾ അവരെ ഇട്ടേച്ച് പോകാനൊക്കെ നമുക്ക് തോന്നുന്നുള്ളത്. അപ്പോൾ നിങ്ങളില്ലാണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല എന്നുള്ളതാണ്. അതായത് ഇവർ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും ആ ഒരു എനർജിയും എന്താണ്, ആക്ച്വലി ലവ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ. നിങ്ങളുടെ ടൈമും എനർജിയും ഫീലിങ്സും എല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ നിന്നും എന്താണ് മ്യൂച്വൽ ഫണ്ട്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കുമല്ലോ എടുക്കുക, അതായത് മ്യൂച്വലി ഓക്കെ ആവുന്ന ഒരു പ്ലാൻ ആയിരിക്കുമല്ലോ എടുക്കുക. അതുപോലെ തന്നെയാണ് ലവിൻ്റെ കാര്യം. നിങ്ങൾ ഒരുപാട് ഫീലിങ്സും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബെറ്റർ മ്യൂച്വലി ഓക്കെ ആയ മ്യൂച്വലി എന്താണ് നല്ല രണ്ടുപേർക്കും ഗുണം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ മ്യൂച്വലി രണ്ടുപേർക്കും പറ്റുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമ്മാ ഇത്രയും കാലം എന്താണ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവസാനം അവരുമായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആവും ബാക്കിയാവുന്നതെന്നുള്ളത്. ആൻഡ് ചില ഓർമ്മകൾ അവർക്കും നിങ്ങൾക്കും എന്താണ് ഉറക്കം പോലും തരണുണ്ടാവില്ല. നമ്മളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടേ ഇരിക്കുന്ന ചില ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷിനോട് പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും മ്യൂച്വലി ഓക്കെ ആണെങ്കിൽ മാത്രം ഒരു റിലേഷൻഷിപ്പിൽ ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവരെ പെട്ടെന്ന് വേണ്ടാന്ന് തോന്നിക്കഴിയുമ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്താണ് നമ്മുടെ കൺട്രോളിലായിരിക്കണം എന്നില്ല. ആൻഡ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ജെന്യൂൻ ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. നമുക്ക് ആർക്കും തന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്താണെന്നൊന്നും അറിയാനായിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയാനായിട്ടുള്ള അത്ഭുത സിദ്ധിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് അറിയുന്നില്ലാണ്, അവർക്കത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നിട്ടും അവർക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്യാന്നുള്ള തോട്ട്സൊക്കെ ചുമ്മാതാണ്. അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ സീക്രട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ആരോടായിരിക്കും? സീക്രട്സ് എന്നല്ല, ഡെയിലി നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണ് ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നല്ല പറയുന്ന പോലെ നിൽക്കുന്ന ഒരാൾ ആരായിരിക്കും?
അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നുള്ളതാണ്. ആ ഒരു ഫ്രണ്ടിന് പാർട്ട്ണറായി കിട്ടിയാലുള്ള ഒരു നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞുള്ളൂ. ലൈഫ് ലോങ് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം എന്നുള്ളത്, ഫ്രണ്ട് ആയിരിക്കണം ഈ ഒരു പാർട്ട്ണർ എന്നുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ചില ഇഷ്ടങ്ങൾ പറയേണ്ട ആവശ്യം വരാറില്ല എന്ന് തോന്നാറുണ്ട്. അത് മെയിൻലി ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കുറച്ച് ദിവസം ഇങ്ങനെ കാണാണ്ടായി കഴിയുമ്പോൾ അവർ മിസ് ചെയ്യുന്നു തോന്നുമ്പോൾ രണ്ട് പേർക്കും ഉള്ളിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈലൻസ് ഉണ്ട്. പിന്നീട് അവർ കാണുമ്പോൾ ഒരു സൈലൻസ് ഉണ്ട്. ആ കണ്ടുകൾ നിറഞ്ഞുള്ള ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജേട്ടൻ്റെ സ്റ്റോറി എന്താണ് പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, ധന്യ മൊമെൻ്റ് ഇൻ്റർവ്യൂ, നമ്മുടെ ഹാപ്പിനെസ് പ്രൊജക്റ്റ് ഓർമ്മയില്ലേ, പുള്ളിക്കാരിയുടെ പുതിയ ഇൻ്റർവ്യൂ പ്രോഗ്രാം ഉണ്ട് അയാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, അതിൽ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് ജയസൂര്യ. ഓക്കെ, ചേട്ടൻ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ജയസൂര്യ കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലേ, ചിലപ്പോൾ സൈലൻസ് ആയിരിക്കാം, പക്ഷേ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ജേട്ടനെ പോലെ മിണ്ടാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നുണ്ടാവില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. ആൻഡ് അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ കയറി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അവർ ചിലപ്പോൾ നിന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമായിരിക്കും കാണുന്നത് എന്നുള്ളത്, ഒരു റിലേഷൻഷിപ്പിലാവാനായിട്ട് അവർക്കൊന്നും തോന്നിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഇവിടെ ഒരു ഗുണം കൂടിയുണ്ട്. അതായത് ഈ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ എങ്ങനെയാണ് ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നതാണ്. അല്ലാണ്ട് ചുമ്മാ മറ്റുള്ള ആൾക്കാരെ പോലെ നോ പറഞ്ഞ് ഇട്ടേച്ച് പോവില്ല എന്നുള്ളതാണ്. ഇവരെ നിങ്ങളെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ്. അപ്പോൾ സാവധാനം അത് മെല്ലെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളതാണ്. ആൻഡ് ഈ പ്രപ്പോസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം അവരെ സ്പെഷ്യലാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അത് ചുമ്മാ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയാറ്, ലൈക്ക് ഒരു റോസൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ ഡൗൺ ഇൻ യുവർ നീസ് എന്താണ് ഫിലിംസിലേക്ക് കാണുന്നില്ലേ, ഇത് കുറച്ചുകൂടി കോമഡി ആയിട്ടും കുറച്ചുകൂടി ക്രിഞ്ചായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണോ? വേറെ ഒന്നും വേണ്ടല്ല. ഈ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഓർക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരെ അത്രയും സ്പെഷ്യലായിട്ട് കാണുന്നു എന്നുള്ളത് അവരെ കുറച്ചുകൂടി അവരെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ആവും എന്നുള്ളതാണ്. ആൻഡ് ഒരു കാര്യം വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിലോ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്കൊരു ഇമോഷണലി ആ ഒരു ഇമോഷണലി ഇതിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ, കുറേ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടാന്നൊക്കെ തോന്നി കഴിയുമ്പോൾ അത് കുറച്ച് സീനാണെന്നുള്ളതാണ്. അത് നിങ്ങളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ നോർമലായിരിക്കുന്ന സിറ്റുവേഷനിൽ വേണം ഒരു ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് എന്നുള്ളത്. അതിപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു സിറ്റുവേഷനിലായാലും യൂസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനായിട്ടുള്ളത് എന്നുള്ളത്. അധികം പറഞ്ഞ് ലെങ്തി ആക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലെങ്തി എപ്പിസോഡ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ താഴെ സ്പോട്ടിഫൈ തന്നെ ഉണ്ടാവും കമൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അക്ഷയ് സ്റ്റോറി ടെല്ലർ എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ അതിൽ വന്നിട്ട് പറയാം ഞാൻ എന്താണ് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം, അതും ഒക്കെ പറയാം. അതുപോലെ തന്നെ അതിൽ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിട്ട് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ എപ്പിസോഡ്സ് എന്നാണ് പറയുന്നത്, ഈ പോഡ്കാസ്റ്റ് ഒന്ന് റേറ്റും കൂടി ചെയ്യട്ടോ. മുകളിൽ ഒരു 5 സ്റ്റാർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനായിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസ് ഇത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. യെസ്, ബൈ.